വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കനത്ത മഴയിൽ ചെറുതുരുത്തി പൈങ്കുളം റോഡ് തകർന്നു. മേച്ചേരിക്കുന്നിലേക്ക് പോകുന്ന ഇറിഗേഷൻ കനാൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതോടെ യാത്രാദുരിതം രൂക്ഷമായി. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് ചെറുതുരുത്തി പൈങ്കുളം റോഡിലെ 1-ാം മൈൽ ഭാഗം തകർന്നു. ഇവിടെ നിന്നും മേച്ചേരിക്കുന്നിലേക്ക് പോകുന്ന ഇറിഗേഷൻ കനാൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് കനാലിലേക്ക് പതിച്ചതോടെയാണ് യാത്രാ ദുരിതം രൂക്ഷമായത്. ഞങ്ങളുടെ റോഡ് ഏകദേശം മോശമായിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങൾ 10-15 വീട് ഇവിടെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങളിങ്ങനെ വീടൊക്കെ കനാലിലേക്ക് റോഡൊക്കെ ഇടിഞ്ഞു പോയി. ഞങ്ങൾക്കിപ്പോൾ നടക്കാൻ വഴി മോശമാണ്. ഞങ്ങൾക്ക് രാത്രി വണ്ടി കൊണ്ട് വരാനൊന്നും വരാൻ പോകാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഞങ്ങളെ പറ്റിയിട്ടൊന്ന് ഗവനിക്കണം. ഞങ്ങളിതിൽ ഈ 10-15 കുടുംബത്തിലേതാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങളതിനെ കാര്യമായിട്ട് ഇതിൽ എന്തെങ്കിലും കാണിക്കണം. ഞങ്ങൾക്ക് രാത്രി കുട്ടികൾക്കൊക്കെ വണ്ടി കൊണ്ട് വരാനും പോകാനും ഒന്നും സൗകര്യങ്ങളില്ല. അതൊക്കെ കനാലിക്ക് ഇടിഞ്ഞു പോയി. അത് കാരണം കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരണം. അത് ഇവിടുത്തെ അധികാരികൾ അയാൾക്ക് ചെയ്ത് തന്നേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഞങ്ങളാകെ പരിപാടിയിലാണ്. ഞങ്ങൾക്ക് നടക്കാൻ വഴിയില്ല. കനാലും മുറിഞ്ഞടക്കാൻ അതിന് മാർഗ്ഗമില്ല. ഒരു മാർഗ്ഗമില്ലാത്ത സ്ഥിതിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമാണിത്. റോഡിന്റെ തകർച്ച കാരണം കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. ഭയങ്കര കഷ്ടമാണ്. KCBയുടെ പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. സ്കൂൾ കുട്ടികൾക്കും പോകാൻ ഭയങ്കര കഷ്ടമാണ്. നടക്കാനും ഭയങ്കര കഷ്ടമാണ്. റോഡിൻ്റെ കനാൽ റോഡാണ്. കനാൽ റോഡിൽ എപ്പോഴും ഇടിഞ്ഞു വീഴുമെന്ന് അറിയില്ല. അതുകൊണ്ട് താങ്കൾ നല്ലപോലെ പ്രവർത്തിച്ച് നോക്കണം മാത്രം. അടുത്തിടെ ഇവിടെ ഒരാൾ മരിച്ചപ്പോൾ ആംബുലൻസ് എത്താൻ സാധിക്കാതെ വന്നതിനാൽ മൃതദേഹം ചുമന്നാണ് കൊണ്ടുപോയതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ചേലാറ്റിപ്പടിയിലും റോഡിന് സമാനമായ രീതിയിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ യാത്രയ്ക്ക് ഭീഷണിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡിന്റെ നടുവിലായി സ്ഥാപിച്ചിട്ടുള്ള KCB പോസ്റ്റ് കാരണം വാഹനങ്ങൾ സൈഡെടുത്ത് പോയതാണ് റോഡ് കൂടുതൽ തകരാൻ കാരണമെന്ന് ഒരു വീട്ടമ്മ പറഞ്ഞു. ഈ വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ അക്രേറ്റ് റോഡിന് നടുവിലായിട്ടാണ് പോസ്റ്റ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വണ്ടികൾ എടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ കനാലിൻ്റെ ഒരു സൈഡ് ആകെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പുല്ല് കാരണം കൊണ്ടാണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയാത്തത്. റോഡിലൂടെ നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. അവർക്ക് നേരെ പോകാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി ഒരു സൈഡ് ചെരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അപകടം നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് നായ്ക്കളുടെയും ഒക്കെ കൂടിയായിട്ട് വണ്ടികൾക്ക് പാസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ നല്ലൊരു അപകട ഭീഷണിയുണ്ട്. അപ്പോൾ അത് ആ പോസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റിത്തരാൻ പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു നടപടി നമുക്കുണ്ടാകണം. CCV ന്യൂസ്, ചെറുതുരുത്തി.